ടോപ്പിക് ദ റിയൽ സോഴ്സ് ഓഫ് ഓൾ സഫറിങ് എന്നാണ്. എല്ലാ ദുഃഖങ്ങളുടെയും ഉറവിടം, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളുടെയും മൂലകാരണം എന്താണ്? ഇതാണ് വിഷയം. ഈ സഫറിങ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ഒരു വേക്കപ്പ് കോളാണ് സഫറിങ്. ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വേക്കപ്പ് കോളാണ് സഫറിങ്. കാരണം മിക്ക ആളുകളും ഭൗതിക സുഖങ്ങളിൽ പരാജയപ്പെടുന്ന സമയത്താണല്ലോ ആത്മീയതയിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന വേദന, വിഷമം, എനിക്കെൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന തോന്നൽ, അത് ആത്മാന്വേഷണത്തിലേക്കൊരു പ്രേരണയായിട്ട് വരികയാണ്, സ്പിരിച്വാലിറ്റിക്ക് തിരിയാനുള്ളൊരു കാരണമായിട്ട് വരികയാണ് കുറേ ആളുകൾക്ക് സഫറിങ്. നമുക്കെല്ലാവർക്കും ലോകത്തിലൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ ഇങ്ങനെ മുന്നേറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ് ആ ആത്മവിശ്വാസം, ലോകത്തിലുള്ള ആത്മവിശ്വാസം തെറ്റായ ഒരാത്മവിശ്വാസമാണ് എന്ന്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിലാകും ഒരു സാഹചര്യത്തിനോ ഒരു വ്യക്തിക്കോ ഒരു നേട്ടത്തിനോ നമുക്കൊരിക്കലും ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പായി വരികയാണ്. ബിക്കോസ് നമ്മൾ എന്തിലാണോ കൂടുതൽ ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നത്, ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് പല പരീക്ഷണങ്ങളും വന്നു എന്ന് വരും. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ചയാണ് ആത്മാന്വേഷണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. അതുകൊണ്ടാണ് ദ റിയൽ സോഴ്സ് ഓഫ് ഓൾ സഫറിങ് എന്ന് ടൈറ്റിൽ കൊടുത്തത്. ഒരുവിധം കളികളൊക്കെ നമ്മൾ കളിക്കും അല്ലേ? നമ്മൾ ആരും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. സഫറിങ് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം കളിക്കും, വിട്ടുകൊടുക്കില്ല. ഏതൊരു ആചാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കുക, എത്ര കളിക്കുമെന്ന് നോക്കാമല്ലോ. കാരണം കളിച്ച് അഹങ്കാരത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന സമയത്താണ് നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നത്. ആ അവസ്ഥയ്ക്ക് പറയുന്നു മൗനം എന്ന്, സൈലൻസ്. കറക്റ്റല്ലേ? നമുക്കൊന്നും മിണ്ടാനില്ല. പിന്നെ ഈ മൗനമാണ് നമ്മളെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത്. ഇതേ മൗനമാണ് നമ്മളെ മറ്റൊരവസ്ഥയിലേക്ക്, ശരണാഗതിയിലേക്ക്, സറണ്ടറിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ സഫറിങ് യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് എവിടേക്ക് തിരിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുക. നമുക്ക് കാണിച്ചു തരുന്നത് വേറൊന്നുമല്ല, സഫറിങ് ആണ്. സഫറിങ്ങിനെ ശരിക്കും നമ്മൾ കൈകൂപ്പി തൊഴണം. ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള പോയിൻ്റ് കാണിച്ചു തരുന്നത് നമുക്കെല്ലാവർക്കും സഫറിങ് ആണ്. ഓരോ ആത്മീയ യാത്രയും ആരംഭിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നാണ്. സത്യസന്ധമായി നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഈ സഫറിങ്ങിൻ്റെ വേര് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ചെകഞ്ഞ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ എവിടേക്കോ എത്തിപ്പെടും. അതിലൊന്നാണ് ഈ ആത്മാന്വേഷണം. ദാറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫോർ ഓൾ ഓഫ് us. എവറി സ്പിരിച്വൽ ജേർണി ബിഗിൻസ് ദിസ് വേ. ഇങ്ങനെയാണ് എല്ലാ ആത്മീയ യാത്രയും ആരംഭിക്കുന്നത്. ശരിക്ക് പറഞ്ഞാൽ സഫറിങ്ങിൽ നിന്നാണ്. അഷ്ടാവക്ര സംഹിതയിൽ അഷ്ടാവക്ര മുനി പറയുന്നു, ട്രൂലി ദ റൂട്ട് ഓഫ് മിസറി ഇസ് ഡുവാലിറ്റി. വാസ്തവത്തിൽ ദുഃഖത്തിൻ്റെ മൂല കാരണം അദ്ദേഹം പറയുകയാണ് ദ്വൈതമാണ് എന്ന്. അഷ്ടാവക്ര സംഹിത, അഷ്ടാവക്ര ഗീതയാണ് സത്യത്തെ 100% ട്രൂത്ത്ഫുള്ളായി പറയുന്നത്. എന്താണോ നമുക്ക് ആവശ്യം ആത്മീയ പാതയിൽ, അത് ഇതാണ് എന്ന് വളരെ സ്പഷ്ടമായി വളച്ചൊടിക്കാതെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് അഷ്ടാവക്ര സംഹിത അല്ലെങ്കിൽ അഷ്ടാവക്ര ഗീത. ജനക മഹാരാജാവിൻ്റെ ഗുരു ആയിരുന്ന അഷ്ടാവക്രമുനി. അപ്പോൾ അദ്ദേഹം പറയുകയാണ് വാസ്തവത്തിൽ ദുഃഖത്തിൻ്റെ മൂല കാരണം ദ്വൈതമാണത്രേ, ഡുവാലിറ്റി. മിസറി ബിഗിൻസ് ദ മൊമെൻറ്റ് വി സീ അവർ സെൽഫ് ആൻഡ് ദി അതർ, മീ ആൻഡ് ദി അതർ. ഞാൻ അല്ലാത്തത്, ഇതാണ് ദ്വൈതം. ഇവിടെ ഒരു സെൻസ് ഓഫ് സെപ്പറേഷൻ വരികയാണ്. ഞാൻ എന്നും ഞാൻ അല്ലാത്തത് എന്നും വരുന്ന സമയത്ത് അവിടെ ഡുവാലിറ്റിയായി, ദ്വൈതമായി. ഈ സെൻസ് ഓഫ് സെപ്പറേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന പല വികാരങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഫിയർ, ഭയം. മറ്റൊന്ന് ഡിസയർ, ആഗ്രഹങ്ങൾ. അപ്പോൾ നമുക്കെന്തെങ്കിലും വേണമെന്ന തോന്നൽ വരും. ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന തോന്നലുണ്ടാകും, ഫിയർ ഓഫ് ലൂസിങ്. ഇങ്ങനെ പലതരം കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണ്? ഡുവാലിറ്റി മീൻസ് ഡിവിഷൻ, ഇന്നർ ആൻഡ് ഔട്ടർ. എനിക്ക് ഉള്ളിലും എനിക്ക് പുറത്തും, ഞാൻ മറ്റൊന്ന്. നോക്കൂ, സോ ദിസ് ഫീലിംഗ് ദറ്റ് ഐ എം സെപ്പറേറ്റ്, ഇതാണ് എല്ലാ സഫറിങ്ങിൻ്റെയും ചെടികളും വൃക്ഷങ്ങളും വളരാനുള്ള വിത്ത് എന്ന് പറയാം, ഡുവാലിറ്റി. അദ്ദേഹം പറയാണ്, ദർ ഇസ് നോ അതർ റെമഡി ഫോർ ഇറ്റ് എക്സെപ്റ്റ് the realization
that all objects of experience are unreal and that I am pure, one, consciousness and bliss. എല്ലാ അനുഭവ വസ്തുക്കളും അൺറിയലാണ്, അയഥാർത്ഥമാണ്. ഞാൻ ശുദ്ധമായ ഏകമായ ബോധമാണ് എന്നും ബ്ലിസ് ആനന്ദസ്വരൂപമാണ് എന്നും ഉള്ള തിരിച്ചറിവ്. ഇതുണ്ടാകാതെ ഈ ദുഃഖത്തിന് മറ്റൊരു പരിഹാരമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മിസറി അല്ലെങ്കിൽ സഫറിങ് ഉണ്ടാകുന്നത് ഡുവാലിറ്റിയിൽ നിന്ന്. ഈ ഡുവാലിറ്റി അസ്തമിക്കണമെങ്കിൽ എന്ത് വേണം? റിയലൈസേഷൻ വേണം. അപ്പോൾ വാട്ട് എവർ വി ഡു ഇൻ ലൈഫ്, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യമായാലും ശരി, എന്തിനു വേണ്ടിയിട്ടാണ്? മിസറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷേ നമ്മളറിയാതെ നമ്മൾ ഈ മിസറിയെ, കഷ്ടപ്പാടുകളെ, വിഷമങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിസറിയെ റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, വി ആർ സംടൈംസ് മൾട്ടിപ്ലൈയിങ് ഇറ്റ്. ശരിയല്ലേ? നമ്മൾ വിചാരിക്കുന്നു ഈ രീതിയിലാണ് കഷ്ടപ്പാടുകളെ ഒഴിവാക്കാൻ സാധിക്കുക എന്ന് വിചാരിച്ച് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്നു. ചിലപ്പോൾ അതേ സ്റ്റെപ്പായിരിക്കും നമ്മുടെ പതനത്തിന് കാരണമായിട്ട് വരിക. ചിലപ്പോൾ നമുക്ക് ടെമ്പററിലി ഈ മിസറി അല്ലെങ്കിൽ വിഷമങ്ങൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും പൂർണ്ണമായി നമുക്കില്ലാതെയാക്കാൻ സാധിക്കില്ല. നമ്മളെന്താ വേണ്ടത്? സെൽഫ് റിയലൈസേഷൻ എന്ന് അഷ്ടാവക്രൻ പറയുന്നു അല്ലേ? വി ഹാവ് ടു ടേൺ ഇൻവേർഡ്. കാരണം ഈ ഡുവാലിറ്റിയുടെ കാരണം ഇല്ലാത്തൊരു ഞാനാണ്. എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ധരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ആ സ്വത്വത്തിലേക്ക് എനിക്ക് ഒന്ന് നോക്കാൻ കഴിയുമ്പോഴാണ് അതില്ലാതെയാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് നോൺ ഡുവാലിറ്റിയാണ്. ആ വണ്ണസ്സാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ്. ഡുവാലിറ്റി എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇറ്റ് ഇസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ വണ്ണസ്സിലേക്ക് എത്താനുള്ള മാർഗമാണ് സെൽഫ് എൻക്വയറി, ആത്മവിചാരം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഹൗ ഡീപ്ലി ആർ വി കമ്മിറ്റഡ് ടു ദിസ് ഇന്നർ ജേണി? നമുക്കെല്ലാവർക്കും കഷ്ടപ്പാടുകൾ ഒഴിവാക്കണമെന്നുള്ള പൂർണ്ണമായ ആഗ്രഹമുണ്ട്. ബട്ട് ഹൗ ഡീപ്ലി ആർ വി കമ്മിറ്റഡ് ടു ദിസ് ഇന്നർ ജേണി? ഈ ആന്തരിക യാത്രയിൽ നമ്മൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാണ്? ഹൗ കമ്മിറ്റഡ് ആർ വി? ഹൗ സീരിയസ് ആർ വി ഓൺ ദ പാത്ത് ഓഫ് റിയലൈസേഷൻ? നമ്മൾ പലർക്കും ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് പോലെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മെയിൻ കോഴ്സ് ഉണ്ടല്ലോ അല്ലേ? മെയിൻ കോഴ്സാണ് നമ്മൾ ശരിക്കും കഴിക്കുന്നത്, വയറ് നിറയെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വീറ്റ്നർ വേണം, അതാണ് ഡെസേർട്ട്. ഒരു ഗുഡ് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു ഐസ്ക്രീം ആയിരിക്കാം, പുഡിംഗ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മൾ അന്വേഷിക്കണം. ദിസ് ഇന്നർ ജേർണി, ദിസ് സെൽഫ് റിയലൈസേഷൻ ജേർണി ദറ്റ് വി ആർ ഇൻ, അതൊരു ഡെസേർട്ട് മാത്രം ആയാൽ മതിയോ? ദിസ് ക്വസ്റ്റ് ഫോർ റിയലൈസേഷൻ അത്ര പെട്ടെന്ന് നമുക്ക് പൂർണ്ണമായും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. റിയലൈസ്ഡ് ആകണം എങ്കിൽ ഇതൊരു മെയിൻ കോഴ്സായിട്ട് മാറണം. ദിസ് മസ്റ്റ് നോട്ട് ബിക്കം എ ഡെസേർട്ട്. പ്രധാന ആഹാരമായി കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? ഡെസേർട്ട് വേണ്ട പിന്നെ. കാരണം ആ ഡെസേർട്ടിനേക്കാൾ എത്രയോ മധുരമുള്ളതാണ്, രുചിയുള്ളതാണ് ഈ മെയിൻ കോഴ്സ്. നമുക്ക് വിശപ്പുള്ള സമയത്ത് എന്തായാലും ഭക്ഷണം വേണം അല്ലേ? വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ഫീഡ് അവർ ബോഡി. ഇമാജിൻ ഇഫ് യു ഗോ ഓൺ ഫീഡിങ് യുവർ ബോഡി. വിശപ്പൊക്കെ മാറി, ഭക്ഷണം കഴിച്ചു തുടങ്ങി, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക ഭക്ഷണം. എന്ത് സംഭവിക്കും? യുവർ ബോഡി വിൽ ബിക്കം ഡിസീസ്ഡ് ആൻഡ് യു വിൽ ഡൈ എൻ ഏർലി ഡെത്ത്. ശരിയല്ലേ? അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ഒരു ഞാനുണ്ടല്ലോ, ഈ ഐ ഉണ്ടല്ലോ, ആ ഐ ദുർബലമാകുന്ന സമയത്ത് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ആ ഐ ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല സംഗതികളുണ്ട്. സ്പിരിച്വൽ പാത്തിൽ തന്നെ നമ്മൾ പ്രാണായാമം ചെയ്യാറുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, മതഗ്രന്ഥങ്ങൾ സ്ക്രിപ്ചേഴ്സ് എല്ലാം വായിക്കാറുണ്ട്, നമ്മൾ പലതരം സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു കാം അവർ മൈൻഡ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം, ഒരു തെറ്റുമില്ല. അൺടിൽ യു ഫീൽ റിലാക്സ്ഡ്, അൺടിൽ യു ആർ ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഈ ചെയ്യുന്നതൊക്കെ അജ്ഞാനം കൊണ്ടാണ്. കാരണം എന്താണ്? ഡുവാലിറ്റിയിലാണല്ലോ ചെയ്യുന്നതല്ലേ? നമ്മളിത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഡുവാലിറ്റിയിലാണ് ചെയ്യുന്നത്. അത് ചെയ്യണം, ചെയ്യണ്ടെന്ന് പറയുന്നില്ല, അൺടിൽ വി ഗെറ്റ് ടു ദ റൈറ്റ് സ്റ്റേറ്റ്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലോ?
ഇറ്റ് ഈസ് ലൈക്ക് ഫീഡിങ് യുവർ ബോഡി ഈവൺ ആഫ്റ്റർ ദ ഹങ്കർ ഹാസ് ഗോൺ. വിശപ്പ് മാറിയ ശേഷവും വീണ്ടും ഭക്ഷണം ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് പോലെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ദോഷം ഉണ്ടാവുക? അറ്റ്ലീസ്റ്റ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവില്ല, താൽക്കാലികമായിട്ട് സമാധാനമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ അസുഖം വരുന്ന സമയത്ത് എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ടല്ലേ. വലിയ കെയർ വേണ്ട കേസാണെങ്കിൽ നമ്മളവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, കുറച്ച് ദിവസം അവിടെ കിടക്കും. മെഡിക്കൽ എക്സ്പേർട്സൊക്കെ ഉണ്ട്. ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ, ഹെൽത്തി ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുമോ? എനിക്ക് ഇവിടെ തന്നെ മതി, കാരണം പരിചരിക്കാൻ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഹോസ്പിറ്റലിൽ വാർഡിൽ തന്നെ കിടക്കുമോ? ഇല്ല. വി വിൽ ബി ബാക്ക് ഫ്രം ദ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന്, ബാക്ക് ടു വർക്ക്. അതുപോലെയാണ് നമ്മുടെ ഈ യാത്ര. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓൾ ദി ഒബ്ജക്റ്റീവ് നോളജ്, ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും, എല്ലാ ജ്ഞാനവും, ഓൾ ദ കംഫർട്ട്സ് ദാറ്റ് വി ഹാവ് ഇൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും, ഓൾ ഓഫ് ദീസ് ആർ പ്രിപ്പയറിങ് അസ് ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ്. ആ പ്രത്യേക സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയം പാഴാക്കാതെ ചെയ്യേണ്ടത് ചെയ്യണം. എന്തിന്? ഞാൻ അതാണ് എന്നറിയാൻ. അതാണെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മം ആണ് എന്ന്, ഐ ആം ബ്രഹ്മൺ എന്ന ആ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മളെടുക്കണം. ഇതാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. ഈവൺ ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞല്ലോ, അതൊരു സ്ക്രിപ്ചറൽ ഇൻജങ്ഷനാണ് അല്ലേ. അതുപോലും നമ്മളെ കൺവിൻസ് ചെയ്യിക്കുകയാണ് നീ അതാണ് എന്ന്. അപ്പോൾ അവിടേക്ക് നേരിട്ട് നമുക്ക് പോകാൻ പലർക്കും പറ്റില്ല. കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യണം. എന്തിന്? നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് നമ്മൾ മാക്സിമം കൊടുക്കണം. സഫിഷ്യൻറ്റ് സപ്പോർട്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? നമ്മൾ നമ്മിലേക്ക് തിരിയണം. ശ്രീ രമണ മഹർഷി ഉള്ളതു 36-ാമത്തെ വേഴ്സിൽ പറയുന്നു, സോ ലോങ് ആസ് ദ നോഷൻ ഐ ആം ദിസ് ബോഡി പെർസിസ്റ്റ്സ്, ദ മെഡിറ്റേഷൻ വിത്ത് ദ സ്റ്റാൻഡ്സ് ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം ദാറ്റ് ഈസ് എ ഹെൽപ്ഫുൾ സപ്പോർട്ട് ടു ഗെയിൻ ദറ്റ് സ്റ്റേറ്റ് വേർ വി അബൈഡ് ആസ് ദാറ്റ്. എന്താ മഹർഷി പറയുന്നത്? ഞാൻ ഈ ശരീരമാണ് എന്ന ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം, സോ ലോങ് ആസ് ദ നോഷൻ ഐ ആം ദിസ് ബോഡി പെർസിസ്റ്റ്സ്, നോഷൻ എന്ന ഉപയോഗിച്ചത്, ധാരണ എന്ന, സത്യമെന്ന് പറഞ്ഞില്ല. അവിടെ തന്നെ മഹർഷി അടിവരയിട്ട് പറയുകയാണ്, നമുക്ക് ഈ ഒരു തോന്നലുണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ്, അതൊരു ധാരണ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുകയാണ്. ബട്ട് നമ്മളെ സംബന്ധിച്ച് സത്യമാണ് എന്നുള്ളത് സത്യം തന്നെ. ബട്ട് ഹീ സേസ് നോ, സോ ലോങ് ആസ് ദറ്റ് നോഷൻ റിമെയിൻസ്, എന്താ വേണ്ടത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ അതാണ്. അതെന്ന് പറഞ്ഞാൽ സെൽഫ്, ഞാൻ ബ്രഹ്മനാണ് എന്ന നിലപാടോടുകൂടിയുള്ള ധ്യാനം, മെഡിറ്റേഷൻ ഒരു ഹെൽപ്ഫുൾ സപ്പോർട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെയിൻ ദറ്റ് സ്റ്റേറ്റ് വേർ വി അബൈഡ് ആസ് ദാറ്റ്. ഞാൻ സെൽഫ് ആണ്, ബ്രഹ്മമാണ് എന്ന അവസ്ഥ കൈവരിക്കുന്നതിന് സഹായകരമാണ്. അപ്പോൾ എന്തതിൻ്റെ അർത്ഥം? നമ്മളെല്ലാം ചെയ്യണം. വി മസ്റ്റ് ഡു ഓൾ വാട്ട് വി ക്യാൻ ടു അബൈഡ് ആസ് ദാറ്റ്, അവിടേക്ക് എത്താൻ വേണ്ടി. ആൻഡ് ഹി കണ്ടിന്യൂസ്, വൈ ഷുഡ് വി എവർ സീസ്ലെസ്ലി കോൺടെംപ്ലേറ്റ് വി ആർ ദാറ്റ് ബ്രഹ്മൻ? ഡസ് എ മാൻ എവർ മെഡിറ്റേറ്റ് ഐ എം എ മാൻ? ഞാൻ ആ ബ്രഹ്മമാണ് എന്ന് എന്തിന് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. തുടക്കത്തിൽ അത് വേണം, ടു ഗെറ്റ് ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്, ഹെൽപ്ഫുൾ സപ്പോർട്ട് ആകുന്നത് വരെ. അതായിക്കഴിഞ്ഞാൽ ഞാൻ അതാണ് എന്ന് നിരന്തരം എന്തിന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഡസ് എ മാൻ എവർ മെഡിറ്റേറ്റ് ഐ എം എ മാൻ? എക്സാമ്പിൾ പറയണം. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ഞാൻ മനുഷ്യനാണ് എന്ന് ധ്യാനിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? നമ്മുടെ ഓൺഗോയിങ് പ്രാക്ടീസസ് എല്ലാം, സപ്പോർട്ടീവ് പ്രാക്ടീസസ് എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ. പക്ഷേ അഷ്ടാവക്രമുനി പറഞ്ഞതുപോലെ ദർ ഇസ് നോ അതർ റെമഡി അതർ ദാൻ റിയലൈസേഷൻ ടു ക്യൂർ ദ ഇൽസ് ഓഫ് മിസറി. നമ്മുടെ വിഷമങ്ങളില്ലാതെയാക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, റിയലൈസേഷനാണ്. അപ്പോൾ ഐ ആം ദിസ് ബോഡി എന്ന നോഷൻ ഉള്ളപ്പോൾ നമ്മളെന്ത് വേണം? ഹെൽപ്ഫുൾ സപ്പോർട്ട് എടുക്കണം. സപ്പോസ് സെൽഫ് എൻക്വയറി ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായി ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, കുറേ ചിന്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? ഹെൽപ്ഫുൾ സപ്പോർട്ടിന് വേണ്ടി ഞാൻ മറ്റ് പലതും ചെയ്യേണ്ടതായിട്ട് വരും. ടു ഇംപ്രൂവ് മൈ ഫോക്കസ്, ബേസിക് ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസൊക്കെ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ചിന്ത വരുന്ന സമയത്ത് ആ ചിന്തയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതായിട്ട് വരും.
എൻ്റെ ശരീരത്തിലൊരു സെൻസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ സെൻസേഷൻ ഒന്ന് അറിയാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ ഇരുന്നു എന്ന് വരും. ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തു എന്നൊക്കെ ഇരിക്കും. എന്നിട്ട് മനസ്സൊന്ന് റെഡിയാകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് എൻക്വയറിയിലേക്ക് തിരിയും. കാരണം എനിക്കൊരു സപ്പോർട്ട് വേണം, എനിക്കല്ലാതെ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. സോ വി ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ ഈ ശരീരം അല്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഇമോഷൻസ് അല്ല എന്ന റിയലൈസേഷൻ നമുക്ക് വന്നു എന്ന് വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രാക്ടീസസിലൂടെയൊക്കെ നമുക്ക് ചെറുതായി ഈ ശരീരത്തെ, മനസ്സിനെ, വികാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ എന്തായി മാറും? ഇതെല്ലാം നമുക്കൊരു ഹെൽപ്ഫുൾ സപ്പോർട്ടായിട്ട് വരും. വിറ്റ്നസ് ചെയ്യുക എന്ന് പറയാറുണ്ടല്ലോ, സാക്ഷിഭാവത്തിൽ. ചിന്തകൾ വരുമ്പോൾ വിറ്റ്നസ് ചെയ്യുക, അനുഭവം വരുമ്പോൾ വിറ്റ്നസ് ചെയ്യുക. ഇതെല്ലാം ഒരു പ്രത്യേക ഡിസ്റ്റൻസിങ് ആയിട്ട് ഹെൽപ്ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓരോ ചിന്ത വരുന്ന സമയത്ത് നമുക്ക് വാച്ച് ചെയ്യാം. ആ ചിന്തയ്ക്ക് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാൻ സാധിക്കില്ല. ദേ ക്യാനോട്ട് ഡു എനിത്തിങ് ടു അസ്. നമുക്കറിയാം ഇത്. അപ്പോൾ നമുക്കൊന്ന് മാറി നിന്നുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് നോക്കി നിൽക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഓ ഇതാണ് പ്രശ്നം, ഞാൻ ഈ ചിന്തയല്ലല്ലോ എന്ന ഉറപ്പ് നമുക്ക് വരും. ഇതാണ് വിവേക. വിവേക എന്ന് പറഞ്ഞാൽ ഡിസേൺമെൻ്റാണ്, കൃത്യമായിട്ട് അറിയുകയാണ്. നമുക്ക് മനസ്സിലാകും, ആ ചിന്ത രാവിലെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എനിക്ക് വന്നത്, ഇല്ലാത്തത് പെട്ടെന്ന് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് ഗോയിങ്, ഇറ്റ് ഈസ് ചേഞ്ചിങ്. വാട്ട് ഈസ് ചേഞ്ചിങ് കനോട്ട് ബി റിയൽ. നമ്മൾ പഠിച്ചതാണല്ലോ, മാറിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ലല്ലോ. മാറാതെ ആ വന്നതും പോയതും കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതാണ് റിയൽ, അതാണ് വിവേക. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രാക്ടീസസും നമുക്ക് വളരെ ഗുണകരമായിട്ട് വരും, സപ്പോർട്ടീവ് പ്രാക്ടീസസ് ആയിട്ട് വരും. അതുപോലെ സത്സംഗ്, ഇതിപ്പോൾ ഒരു സത്സംഗ് ആണല്ലോ അല്ലേ. വി ആർ ലിസണിങ് ടു ദി ടീച്ചിങ്സ് ഓഫ് ഭഗവാൻ ശ്രീ രമണ മഹർഷി, എൻ അവേക്കൻഡ് സേജ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നമുക്ക് പിടിവള്ളിയായിട്ട് മാറും അവിടേക്ക് എത്താൻ വേണ്ടി അല്ലേ. സോ വെൻ യു ഹിയർ ദിസ് ട്രൂത്ത് റിപ്പീറ്റഡ്ലി, ഇത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല പല സെഷനുകളിലും. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പഴയ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഡുവലിസ്റ്റിക് പാറ്റേണിലുള്ള ഈഗോൻ്റെ പാറ്റേൺസൊക്കെ വീക്കായി പോകും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതും ഒരു ഹെൽപ്ഫുൾ സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൂവർഷിപ്പിൻ്റെ ഫീലിംഗ് വരും, ഞാനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നും അല്ലേ. കാരണം അവിടെ ഡൂവർഷിപ്പ് വരുന്നുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോഴും ഉള്ളിലൊരു പ്രഷറുണ്ട്, ഒരു ഈഗോയിക് പ്രഷറുണ്ട്. എൻക്വയറിയിലൂടെ പോകുമ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാവുന്നുള്ളൂ. എങ്കിലും നമുക്കൊരു അവെയർനെസ് കൊണ്ടുവരാം, ഞാൻ ശരിക്കും ഡൂവർ അല്ല, ഞാൻ ഈ ശരീരമാണെങ്കിൽ മാത്രമല്ലേ ഞാൻ ഡൂവർ ആകുന്നുള്ളൂ, ഞാൻ ഈ ശരീരമല്ല എങ്കിൽ ശരീരമാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ ഞാനെങ്ങനെയാണ് ഡൂവറായി മാറുന്നത്. പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ് നമ്മളെ മനസ്സിലേക്ക് കയറി വരും. കൂടുതൽ പണം ഉണ്ടാക്കാൻ, ആവശ്യത്തിൽ കൂടുതൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ടു അമാസ് അസറ്റ്സ്, പലതരം വസ്തുക്കൾ, വാഹനം, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം പലതരം ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മളുടെ ഈഗോ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രാക്ടീസസിന് സപ്പോർട്ടീവാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതാകാം. അപ്പോൾ നമ്മൾ എൻക്വയറിയിലേക്ക് തിരിയണം. ഇതൊക്കെയാണ് നമ്മൾ മഹർഷി പറഞ്ഞിട്ടുള്ള ഈ ഒരു വേഴ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പലരും ജപം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ഏകാഗ്രത നൽകുന്നതാണെങ്കിൽ അതെല്ലാം ചെയ്തിരിക്കണം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സ്റ്റേറ്റിലെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരത്തിലേക്ക് തിരിയാൻ പറ്റും. 32ാമത്തെ വേഴ്സിൽ മഹർഷി പറയുന്നു, ദ വേദാസ് മേ പ്രൊക്ലെയിം ഇൻ തണ്ടറസ് ടോൺസ് യു ആർ ദാറ്റ്. വേദങ്ങൾ, ശ്രേഷ്ഠങ്ങളായ ഉപനിഷത്തുകൾ നീ അത് തന്നെ എന്ന് പറയുന്നുണ്ടാകും. യു ആർ ദാറ്റ്, തത്വമസി, അതാണല്ലോ ചാണ്ടോഗ്യ ഉപനിഷത്തിലുള്ള ഒരു മഹാവാക്യമാണത്. വേദങ്ങളെല്ലാം പറയുന്നത് സത്യം മാത്രമാണ്. കാരണം ഓരോ വ്യക്തികളും നമ്മളിപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത് പോലെ പേരൊക്കെ അച്ചടിച്ചിട്ടൊന്നും എഴുതി വെച്ചതൊന്നല്ല. ഇതെല്ലാം സുപ്രീം ട്രൂത്താണ്. ദൈവം നമുക്ക് വേണ്ടി തന്ന വാക്യങ്ങളാണ് വേദാന്തം, ഉപനിഷത്ത്. ഇവിടെ മഹർഷി വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ദ വേദാസ് മേ പ്രൊക്ലെയിം ഇൻ തണ്ടറസ് ടോൺസ് യു ആർ ദാറ്റ്, ബട്ട് ടു കോൺടെംപ്ലേറ്റ് ഐ ആം ദാറ്റ്, നോട്ട് ദിസ്, ഇൻസ്റ്റെഡ് ഓഫ് നോയിങ് വൺ സെൽഫ് ത്രൂ എൻക്വയറി ആൻഡ് റിമെയിനിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. എന്താ പറയുന്നത്? പക്ഷേ വിചാരത്തിലൂടെ
അതിനെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, നീ അതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിചാരത്തിലൂടെ അതിനെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ അത് തന്നെ എന്ന് അറിയുന്നതിന് പകരം ആ ഉണ്മയിൽ ആ ഒരു സുപ്രീമായിട്ടുള്ള ട്രൂത്ത് ഉണ്ടല്ലോ, ആ സെൽഫ് ഉണ്ടല്ലോ, അതിൽ നമ്മളെല്ലാവരും ശരിക്കും നിഷ്ഠരാകണം. അതിന് പകരം ബട്ട് ടു കോൺടെംപ്ലേറ്റ് ഐ ആം ദാറ്റ്, ബുദ്ധി വ്യാപാരം നടത്തുകയാണ് നമ്മൾ. ഞാൻ അതാണ് എന്ന്. കാരണം അത് പറയുന്നുണ്ടല്ലോ, ഉപനിഷത്തിൽ അത് പറയുന്നുണ്ട്, നീ അതാണ് എന്ന്. അപ്പം ഞാനത് പറയാണ്, ഞാനതാണ്, ഐ ആം ബ്രഹ്മൺ, ഐ ആം ദാറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മഹർഷി പറയുന്നു, ഇറ്റ് ഈസ് ഡ്യൂ ടു വാണ്ട് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത്. ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധാബലം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് എന്ന് പറയുക. സിൻസ് ദാറ്റ് ഓൾവേസ് അബൈഡ്സ് ആസ് വൺ സെൽഫ്. ആ പരമ്പൊരുളായ ബ്രഹ്മമുണ്ടല്ലോ, എല്ലായ്പ്പോഴും നീ തന്നെയാണ്. നോക്കൂ, ജാഗ്രത്തിലും നമ്മൾ ബ്രഹ്മണാണ്, സ്വപ്ന അവസ്ഥയിലും നമ്മൾ ബ്രഹ്മൺ തന്നെയാണ്, സുഷുപ്തിയിലും നമ്മൾ ബ്രഹ്മൺ തന്നെയാണ്. എല്ലാ അവസ്ഥകളിലും നമ്മളൊന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ തത്വമസി, യു ആർ ദാറ്റ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അതാണ്. യു ആർ ദാറ്റ് മീൻസ് യു ആർ ബ്രഹ്മൺ, യു ആർ ഗോഡ് എന്ന മീനിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തത്വമസി എന്ന മഹാവാക്യം 32ാമത്തെ വേഴ്സിലേക്ക് മഹർഷി കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതേ മഹാവാക്യം ഇവിടെ ഉപദേശമായിട്ട് നമുക്ക് നൽകുകയാണ്. ഹീ ഈസ് സെയിങ് യു ആർ ദാറ്റ്, യു ആർ ദ സെൽഫ്. അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പുരുഷൻ ഞാൻ പുരുഷനാണ് എന്ന് പറയാത്തതുപോലെ നമ്മളാരും ഞാൻ ബ്രഹ്മൺ ആണ് എന്ന് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് യു ആർ ദാറ്റ്. ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നമുക്ക് തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങാം. പിന്നീട് നമ്മളെന്ത് ചെയ്യണം? വിചാരം ചെയ്യണം. നോ യുവർ സെൽഫ് ത്രൂ എൻക്വയറി എന്നാണ് പറയുന്നത്. ഒരു ദിവസം മഹർഷിയെ കാണാൻ ഒരു ഡിവോട്ടി വന്നു. കുറേ കഷ്ടപ്പാടുകളുള്ളൊരു ഡിവോട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് കുറേ കരഞ്ഞു, എല്ലാ വിഷമങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. മഹർഷി ഒന്നും മിണ്ടിയില്ല, കേട്ടുകൊണ്ടേയിരുന്നു. അവസാനം മഹർഷി ഒന്ന് പറഞ്ഞു, എന്താണെന്നറിയോ? ആരാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് വിചാരം ചെയ്താൽ മതി. അപ്പോൾ നിനക്ക് നീ സെൽഫാണ് എന്ന് മനസ്സിലാകും. ആ മനസ്സിലാകുന്ന വേളയിൽ നിനക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകും. എന്ത്? നിൻ്റെ സോറോസ് എല്ലാം അൺറിയലാണ് എന്ന്. അപ്പോൾ ഈ ഡിവോട്ടി പറഞ്ഞു, പക്ഷേ എനിക്ക് എൻ്റെ സെൽഫിനെ കാണാൻ കഴിയുന്നില്ല. ഐ ക്യാൻ ഓൺലി സീ മിസറി. എനിക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞു. മഹർഷിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഡിവോട്ടി ഉണ്ടല്ലോ, മുരുകനാർ, അദ്ദേഹം അടുത്തിരിക്കേണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇയാളോട്, ഭഗവാന്റെ മുന്നിലിരുന്നിട്ട് ഈ വിഷമങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഗംഗാതീരത്തിരുന്ന് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ഡിവോട്ടി ഇരിക്കേണ്ട അടുത്ത് ആൾ പറഞ്ഞു, നിങ്ങൾ ശരിക്കും അതല്ല, നിങ്ങൾ ഓൾറെഡി കഴുത്ത് വരെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക, എന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വെള്ളം വേണം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹർഷി ഇടപെട്ടു. മഹർഷി പറഞ്ഞു, അതല്ല, ഗംഗ തന്നെ കരയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് ഗംഗ തന്നെ കരയുകയാണ് എന്ന് മഹർഷി പറഞ്ഞു. ഗംഗയെ ചൊല്ലരുത് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ദാഹമുണ്ട് എന്ന്. അപ്പോൾ നോക്കൂ, അദ്ദേഹം പറയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെയാണ് എന്നാണ്. ഇവിടെ ഈ വേഴ്സിൽ മഹർഷി ഉപയോഗിച്ച പദങ്ങൾ ഇതാണ്. ഉരൻ ഇൻമൈനാൽ എന്നാണ് തമിഴിലാണ് ഉപയോഗിച്ചത്. ഉരൻ ഇൻമൈനാൽ. ഉരൻ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്നർത്ഥം, സ്ട്രെങ്ത് ഓഫ് ദ മൈൻഡ്. എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് എൻക്വയറിയിലേക്ക് തിരിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പല പല പ്രാക്ടീസിലും മാത്രം ഉറച്ചു നിൽക്കുന്നത്? സ്ട്രെങ്ത് ഓഫ് ദ മൈൻഡ് ഇൻ മൈനാൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് എന്നാണ് അർത്ഥം. മനോബലം ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിന് ശരിയായ ബലം ഇല്ലാത്തവരാണ് മറ്റുള്ള പ്രാക്ടീസസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രിപ്ചേഴ്സിൽ പൂർണ്ണമായ വിശ്വാസമില്ലാത്തവരാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാക്ക് ഓഫ് ഫെയ്ത്ത് ഇൻ ദ ഗുരു. ഗുരു പറയുന്ന വാക്യത്തിൽ നമുക്ക് 100% കൺവിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, ശാസ്ത്രത്തിൽ നമുക്ക് കൺവിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ പറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹർഷിയുടെ കാലത്ത് ലാഹോറിൽ നിന്ന് ഒരു ഡിവോട്ടി വന്നു അത്രേ. എന്നിട്ട് മഹർഷിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, നോ, എനിക്ക് പറ്റില്ല.
ബട്ട് ഐ ക്യാൻ മേക്ക് യു ഗോഡ് എന്ന് പറഞ്ഞു. എനിക്കെന്നെ ദൈവമാക്കി മാറ്റാൻ സാധിക്കും. ഐ ക്യാൻ ഷോ യു ദറ്റ് യു ആർ ഓൾറെഡി ദാറ്റ് വിച്ച് യു വോണ്ട് ടു സീ. ഞാൻ ദൈവത്തെ കാണണമെന്നല്ല പറഞ്ഞത്. ആ ദൈവത്തെ കാണേണ്ട കാര്യമില്ല, നീ ദൈവം തന്നെയാണ് എന്ന് കാണിച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞു. കുഞ്ഞുസ്വാമി എന്നുള്ളൊരു ഡിവോട്ടി ഉണ്ട്. അദ്ദേഹം 20 വയസ്സുള്ള സമയത്ത് മഹർഷിയെ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള കോൺടാക്റ്റിൽ വന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് മഹർഷിയെ കാണാൻ വരുമ്പോൾ അദ്ദേഹം മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു. മഹർഷി ആദ്യം പറയുന്ന വാക്കെന്താണോ അല്ലെങ്കിൽ വാചകങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ പ്രധാന ഉപദേശമായിട്ട് എടുക്കും എന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം കാണാൻ വന്നത്. വന്ന സമയത്ത് മഹർഷി അടുക്കളയിൽ അരി ഇട്ടിട്ട് അത് വേവിക്കായിട്ട് ചെയ്യായിരുന്നു. അപ്പം അദ്ദേഹം കുഞ്ഞുസ്വാമി വന്ന സമയത്ത് അവിടെ അടുത്ത് നിന്നു. മഹർഷി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹർഷി എന്ത് ചോദിച്ചാൽ അവിടെ ഒരു കൊട്ടയുണ്ട്, കൊട്ട അടച്ചു വെച്ചായിരുന്നു. ആ കൊട്ട തുറന്നു അത്രേ. കൊട്ട തുറന്ന സമയത്ത് 4 പട്ടിക്കുട്ടികൾ അതിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പം ഭഗവാൻ കുഞ്ഞുസ്വാമിയോട് പറഞ്ഞു, ആ 4 പിടിച്ച് വെച്ചോളൂ, എന്നിട്ട് ഓരോന്നായി വിടാൻ പറഞ്ഞു. കുഞ്ഞുസ്വാമിയെ സംബന്ധിച്ച് ഇതൊരു പ്രധാന ഉപദേശമായിട്ട് എടുക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചാണല്ലോ. ഭഗവാൻ എന്താണോ പറഞ്ഞതെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്താണ് ഈ 4 എന്ന് പറയുന്നത്? മഹാവാക്യങ്ങളാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ഇസ് ബ്രഹ്മൺ. രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. 3 തത്വമസി, യു ആർ ദാറ്റ്. 4 അയം ആത്മാ ബ്രഹ്മ, ഈ സെൽഫ് തന്നെയാണ് ബ്രഹ്മൺ. ഈ 4 പ്രധാന മഹാവാക്യങ്ങൾ. ഇതാണ് പട്ടിക്കുട്ടികൾ. ഇതിനെ പിടിച്ചു വെച്ചോളൂ ആൻഡ് ലീവ് ദം വൺ ബൈ വൺ. ഈ 4 വാചകങ്ങളും മനസ്സിലാക്കിയ ശേഷം അത് സഫിഷ്യൻറ്റ് സപ്പോർട്ടായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞതെല്ലാം നീയാണ്, യു ആർ ദാറ്റ്. അപ്പോൾ എല്ലാം വിട്ടുകൊടുത്തോളൂ ആൻഡ് ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ യുവർ ഓൺ സെൽഫ്. അതാണ് മഹർഷി പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് കുഞ്ഞുസ്വാമിക്ക് മനസ്സിലായി. മഹർഷിയുടെ ഓരോ വാക്കും അങ്ങനെയാണ്. പറയുന്ന ഓരോന്നിലും ഡീപ്പറായിട്ടുള്ള മീനിങ് ഉണ്ടാവും. ഹിസ് വേർഡ്സ് ആർ പവർഫുൾ. ചിത് ശക്തി എന്ന് പറയും. പറയുന്ന ഓരോന്നിലും നമുക്കുള്ള ഉപദേശം ഉണ്ട്. അത് 100% നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മളിരിക്കേണ്ട ഇറങ്ങിയാൽ മതി. ബാക്കി നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ ഉണ്ടാവും. അതായത് നമ്മുടെ സെൽഫ് ഉണ്ടാകും എന്നർത്ഥം.